ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അനിമേ ഡോട്ട്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ചെയിൻസോ മാൻ്റെ എപ്പിസോഡ് 8 എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഹിമനോടെ വീട്ടിൽ ഉറക്കം വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഡെഞ്ചിയും ഹിമനയാണ്. അപ്പോൾ ഹിമനോ ഡെഞ്ചിയോട് പറയുന്നു, ഡെഞ്ചി, എനിക്കിന്നലെ രാത്രി നടന്നൊന്നും ഓർമ്മയില്ല, ഞാൻ മൊത്തം ഫിറ്റായിരിക്കുമായിരുന്നു, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ എന്ന് പറയുകയാണ് നമ്മുടെ. നിനക്ക് മാക്കിയമേ ഇഷ്ടമാണല്ലേ എന്നും കൂടെ ഹിമന ചോദിക്കുന്നു. അപ്പോൾ ഡെഞ്ചി അതേന്ന് പറയുന്നു. അത് കേട്ട് ഹിമന പറയാണ്, വിളിച്ച് കൊള്ളാത്ത ടൈപ്പാണേലും നിനക്ക് പറ്റും. ഇപ്പോൾ ഞാൻ നിനക്കൊരു ഹെൽപ്പ് ചെയ്യാം. മാക്കിമേ നീ സെറ്റാകാൻ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ നീ എനിക്കും തിരിച്ചൊരു സഹായം ചെയ്യണം, എന്നെ ആക്കി നീ ഒന്ന് സെറ്റാക്കി തരണം എന്ന് പറയുകയാണ് ഹിമന. അപ്പോൾ ഡെഞ്ചി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഡീൽ എന്ന് പറയുന്നു. അപ്പോൾ ഹിമന പറയാണ്, നീ ആക്കിയും പവറിനെ കൂട്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് വാ, നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് ഹയർ ഓഫീസിനെ കാണാൻ വേണ്ടി ക്യോട്ടോയിലേക്ക് പോകുന്ന മാക്കിമയാണ്. മാക്കിമയും അസിസ്റ്റൻ്റ് ട്രെയിനിൽ ഇരിക്കുകയാണ്. അങ്ങനെ മാക്കിമ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാക്കിമയും അവളുടെ അസിസ്റ്റൻ്റെയും അവിടെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ മാക്കിമ ഇവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡിവിഷൻ 4 ബാക്കിയുള്ളവരെയും ചില ആളുകൾ തൂക്കം കൊണ്ടുവന്ന് വളയുകയാണ്. അപ്പോൾ ഒരു വൃദ്ധയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ കിബനിയെ, അങ്ങനെ നമ്മുടെ മാക്കിമയുടെ ടീമായ ഡിവിഷൻ 4 എല്ലാവരെയും ഓരോരുത്തർ തൂക്കം കൊണ്ട് വളയുകയാണ്. അങ്ങനെ അവരുടെ പുറകിൽ അനങ്ങാതിരിക്കുകയാണ് ആ തൂക്കം കൊണ്ടുവന്നവർ. അപ്പോൾ ഓരോരുത്തരായിട്ട് കാണിക്കുന്നു. കൊബനി അവരുടെ ടീമിനുള്ള അസിസ്റ്റൻറ്റ്, അരായ്, അങ്ങനെ ഒരുപാട് പേരെ കാണിക്കുകയാണ്. എല്ലാവരെയും ഒറ്റ സമയത്ത് ഒരുമിച്ച് വെടിവെച്ചിടുകയാണ്. ഇതൊന്നും അറിയാതെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെഞ്ചിയും പവറും ആക്കിയും. അപ്പോൾ ഡെഞ്ചി ചോദിക്കുന്നത് എന്താ ഒരു സൗണ്ട് കേട്ടതെന്ന്. അപ്പോൾ പവർ പറയുന്നത്, എടാ പൊട്ട, അത് അപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് കണ്ടി ചെണ്ട കൊട്ടുവന്ന്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ അളിഞ്ഞ ഫുഡൊക്കെ കഴിക്കുന്നത്? അപ്പോൾ ഹിമനോ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഡെഞ്ചി കയറി പറയുന്നു, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ലേ ഫുഡിലൊന്നും, ചുമ്മാ എൻ്റെ കാര്യത്തിൽ ഇടണ്ടാന്ന് പറഞ്ഞ് പവർ അവിടെ കിടന്ന് വെള്ളം വെക്കുന്നു. അപ്പോൾ അയാൾ, നീയൊന്നും ഇതുവരെ രുചിയുള്ള ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല ഫുഡ് എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. നല്ല സ്വാദ് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പോകാനിടുകയാണ് നമ്മുടെ ഡെഞ്ചി. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നു, എൻ്റെ മുത്തശ്ശൻ നല്ലൊരാളായിരുന്നു, എൻ്റെ മുത്തശ്ശന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷേ അദ്ദേഹം യാഗൂസയിലുള്ള ഒരാളായിരുന്നു, അദ്ദേഹം ഒരുപാട് ആൾക്കാരെയൊന്നും കൊന്നിട്ടില്ല, മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം അയാൾ മേടിച്ചു തന്നു. അങ്ങനെ അയാളുടെ പോക്കറ്റിൽ നിന്ന് അങ്ങേരുടെ മുത്തശ്ശൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഡെഞ്ചി. അത് ആ കിളവനായിരുന്നു, ഡെഞ്ചി ആദ്യത്തെ എപ്പിസോഡിൽ കൊന്ന കിളവൻ. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നിനക്കും ഇദ്ദേഹത്തെ ഇഷ്ടമല്ലേ ഡെഞ്ചിയെന്ന്. അപ്പോൾ ആക്കി ചോദിക്കുന്നു, നിനക്ക് ഇങ്ങനെ അറിയാവുന്നു. അപ്പോൾ അയാൾ അങ്ങേറെ പോക്കറ്റിൽ നിന്നൊരു തോക്കെടുത്ത് ഡെഞ്ചിയെ ഒരൊറ്റ വെടി വെച്ചങ്ങിടുകയാണ്. അത് കണ്ട് ഞെട്ടി വരച്ച് എണ്ണീറ്റ് വരാണ് നമ്മളെ ആൾക്കാരെല്ലാം. അപ്പോൾ അയാൾ അവരെ വെടി വെക്കുന്നു. അപ്പോൾ നമ്മുടെ പവർ താഴേക്ക് വന്ന് അയാളുടെ മോന്തെങ്കിലും ഒറ്റടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ആക്കി ഈഫ് എന്നാക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫോക്സ് അവിടെ വന്ന് അയാളെ അങ്ങ് വിഴുങ്ങാണ്. അങ്ങനെ ചാവാറായി കിടക്കുന്ന ഹിമനോ ഡെഞ്ചി നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ഡെവിൽ അവനോട് പറയുന്നു, ഹയക്കാവാക്കി, നീ എനിക്ക് തിന്നാൻ തന്നത് മനുഷ്യൻ്റെ വിലുമില്ലാത്ത എന്തോ ആണ്, ഞാൻ അതിനെ ഇപ്പോൾ തറയിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ ഫോക്സ് ഡെവിലിനെ വെട്ടിക്കയറി അതിനുള്ളിൽ നിന്ന് പുറത്തു വരികയാണ് ഒരു ഡെവിലും മനുഷ്യനല്ലാത്തൊരാൾ, നമ്മുടെ ഡെഞ്ചിയെ പോലെയുള്ള എന്നാൽ കയ്യിലും തലയിലും കത്താനയുള്ള ഒരാൾ. അയാളുടെ പേരാണ് കത്താനാമാൻ. അപ്പോൾ ആക്കി പവറിനോട് പറയുന്നു, പവറെ, നീ ഹിമനോ സെൻപായുടെ രക്തം നിറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ആ മുറിവണക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആക്കി അവൻ്റെ വാൾ ഉപയോഗിക്കുകയാണ്. അവൻ ഫയർ എന്ന് പറയുമ്പോൾ 1, 2, 3 ഇങ്ങനെ എണ്ണിക്കൊണ്ട് അവനെ വെട്ടുകയാണ് അവൻ്റെ വാൾ ഉപയോഗിച്ച്. ആ ഗോസ്റ്റാണ് അവനെ വെട്ടുന്നത്. അവൻ്റെ വാൾ ഒരു കേഴ്സഡ് സ്പിരിറ്റിൻ്റെയാണ്. എന്നിട്ടാക്കി അവസാനം അവൻ്റെ കേഴ്സിനോട് പറയുന്നു, അവനെ അങ്ങ് തീർക്ക് കേഴ്സെന്ന്. അപ്പോഴത്തേക്കും അത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു കേഴ്സ് പെട്ടെന്ന് നിന്ന് അവനെ പിടിച്ച് ഞെക്കി അവൻ്റെ എല്ലുകൾ പൊട്ടിച്ച് അവനെ കൊന്നുകളയാണ്. അങ്ങനെ അതിൻ്റെ ഡെഡ് ബോഡി എടുത്തെന്ന് ആക്കി പവറിനോട് ചോദിക്കുകയാണ് ഹിമനോ സെൻപായിക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പവർ പറയാണ്, ഇവിടെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. അപ്പോൾ ആക്കി അവിടെ തറയിലായിട്ട് കിടക്കുന്ന ഒരു തോക്ക് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആക്കി ആലോചിക്കുന്നു, ജപ്പാനിൽ ഡെവിൽ ഹണ്ടേഴ്സിനും പോലീസിനും മാത്രമേ തോക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ആ കത്തനാമാൻ പറഞ്ഞത് ആക്കിക്ക് ഓർമ്മ വരുന്നു, കണ്ടേവിലിന് നിൻ്റെ ഹൃദയം വേണം. അത് ആലോചിക്കുകയാണ് നമ്മുടെ ആക്കി. അപ്പോൾ ആക്കിയുടെ പുറയിൽ അയാളുടെ ഡെഡ് ബോഡി എടുത്ത് ഒരു പെണ്ണ് നിന്ന് ചോദിക്കുകയാണ്, നിൻ്റെ കേഴ്സഡ് സ്പിരിറ്റ് അവനെ കൊന്നല്ലേ? ആ കേഴ്സഡ് സ്പിരിറ്റിൻ്റെ നീഡിൽ ഉപയോഗിച്ച് 3 തവണ കൊത്തിക്കഴിഞ്ഞാൽ ഒരാൾ മരിക്കുമല്ലേ? നിൻ്റെ കളിയൊക്കെ കൊള്ളാം. അപ്പോൾ അവളെ കത്തനാമാൻ്റെ നെഞ്ചിൽ കൈവെക്കാണ്. അപ്പോൾ ആക്കി, നീ എവിടെ നിന്ന് വന്ന്, നീ ഇവൻ്റെ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവനോട് എണ്ണീറ്റിരിക്കുകയാണ്. അപ്പം വീണ്ടും അപ്പോൾ അവർ കത്തനാമാനോട് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇവൻ്റെ അടുത്ത് തോറ്റെന്ന്.
അപ്പോൾ കത്തനാമ്പൻ പറയുന്നു, ഞാൻ അവനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു, ഒരുപാട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ അവൾ പറയുന്നു, എന്നാ ഇപ്പം നീ അവനെ കൊന്നേരെ എന്ന് അവർ പറയുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ആഗിയുടെ പുറയിൽ വന്നിരിക്കുകയാണ് കത്തനാമ്പൻ. എന്നിട്ട് ആഗിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാണ്. അങ്ങനെ കുത്തേറ്റ് മരിക്കാറായി താഴെ ഇരിക്കുകയാണ് നമ്മുടെ ആക്കി. അപ്പോൾ ആ പെണ്ണ് കത്തനാമാനോട് പറയുന്നു, ഡെവിൽ ഹണ്ടേഴ്സിൻ്റെ സൂട്ടിന് ഭയങ്കര കട്ടിയാണ്, അവനിതുവരെ ചത്തില്ല, അവനെ തീർത്തിരുന്നു. അപ്പോൾ ഹിമനോ നമ്മുടെ പവറിനോട് പറയാണ്, എൻ്റെ കാര്യം നോക്കണ്ട, നീ പോയി ആക്കിയെ സഹായിക്കുക. അപ്പോൾ പവർ തിരിച്ച് ഹിമനോട് പറയുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഹിമനോ തൻ്റെ ഡെവിലിനോട് പറയുകയാണ് അവളെ കൊല്ലാൻ. അപ്പോൾ തൻ്റെ ഡെവിൽ അവളോട് പറയുന്നു, ഇല്ല എനിക്ക് സാധിക്കില്ല, ആ പെണ്ണിനെ അവൾ ഭയങ്കരധികം പവർഫുള്ളാണ്, ഒരുപാട് ഡേഞ്ചറസുമാണ് എന്നവർ പറയുമ്പോൾ ഹിമനോ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഗോസ്റ്റിനോട് പറയുന്നു, ഞാൻ എന്നെ മുഴുവനായി നിനക്ക് തരാം, നിന്നെ മുഴുവൻ ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കൂ. അങ്ങനെ നമ്മുടെ ഹിമനോയുടെ കൈ കാണിക്കുമ്പോൾ അതിലൂടെ പോയി ആ ഗോസ്റ്റിൻ്റെ കൈ 1000 മറ്റു കൈകളായി മാറുകയാണ്. അങ്ങനെ ആ 1000 കൈകളോട് ചേർന്ന് ആ കത്താനമാൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ആ ഒരു ഗോസ്റ്റിൻ്റെ ഫുൾ രൂപം അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഡെവിലുമായിട്ട് അവിടെ പൊരിഞ്ഞ ഫൈറ്റ് എടുത്താണ് അയാൾ. ആഗിക്ക് കരയാൻ സാധിക്കും. ഡെവിൽ ഹണ്ടേഴ്സ് എല്ലാം പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. കൂടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ആരും കരയാറില്ല. പക്ഷേ ആഗി അങ്ങനെയല്ല. അവൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ കരയും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിമനോ സെൻപായുടെ ഒരു കൈ അങ്ങ് പോവുകയാണ്. അങ്ങനെ ആ ഡെവിൽ അവനെ മൊത്തത്തിൽ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ അവൻ ആ സ്ത്രീയോട് സഹായം ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹിമനോ സെൻപായി രണ്ടാമത്തെ കൈയോടെ പോക്കുന്നു. അപ്പോൾ ആ ഗോസ്റ്റ് ഡെവിൽ വന്ന് അവനെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് അവരെ കൈവച്ച് എന്തോ ഒന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹിമനോടെ അടുത്ത കൈയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഹിമനോക്ക് ഇപ്പം 2 കൈയുമില്ല. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ആക്കി. അപ്പോൾ എനിക്ക് വേണ്ടി ചാവരുതാക്കി എന്ന് ഹിമനോ പറയാണ്, നിനക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമനോ സെൻപായി മൊത്തത്തിൽ അപ്പോഴെന്ന് അപ്രതീക്ഷിതമായി പോവുകയാണ്. അവളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അവളവിടെ ഇല്ല. അത് കണ്ട് പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ആക്കി. ഇവിടെ കൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളെ കാണാം. ഇറ്റ്സ് മീ യുവർ അനിമേറ്റോ.